പ്രധാനമന്ത്രിക്ക് കൈകൊടുക്കാതെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. ശ്രീലേഖ. പ്രധാനമന്ത്രി പോകുന്നത് നോക്കി നിന്ന ശ്രീലേഖ എതിർവശത്തുകൂടി വേദി വിടുന്നതും ദൃശ്യങ്ങളുണ്ട്. നമുക്ക് കേരളത്തിന് വേണ്ടി ആരാധ്യനായിട്ടുള്ള മോദിജി നമ്മളോടൊപ്പം നൽകിയിട്ടുള്ള സ്നേഹത്തിനും അദ്ദേഹം എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ നൽകിയിട്ടുള്ള കൗൺസിലർ ആർ. ശ്രീലേഖ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ട്, നമ്മുടെ ദൃശ്യങ്ങളടക്കം വൈറലായിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ കാണേണ്ടതുണ്ട്. അവർ നഗരസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ തന്നെ മേയറാക്കാം എന്ന വാഗ്ദാനം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു എന്നാണ് നേരത്തെ തന്നെ ആർ. ശ്രീലേഖ വെളിപ്പെടുത്തിയത്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം ആർ. ശ്രീലേഖ ഇറങ്ങിപ്പോയത്, അതായത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്ന് ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിൽ മേയർ ആക്കാത്തതിലുള്ള അതൃപ്തി ആർ. ശ്രീലേഖയ്ക്കുണ്ട് എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നിരുന്നു. അവർ ആ കാര്യങ്ങൾ നിഷേധിച്ചെങ്കിലും അവർ ഈ കാര്യം തുറന്നു സമ്മതിച്ചു. അതായത് തനിക്കൊരു വാഗ്ദാനം ബി.ജെ.പി. നേതൃത്വം നൽകിയിരുന്നു എന്നത് അവർ തുറന്നു സമ്മതിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് സംസ്ഥാന ഉപാധ്യക്ഷ കൂടെയായ ആർ. ശ്രീലേഖ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ അദ്ദേഹത്തിന് കൈകൊടുത്തത്. അതായത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാൻ തന്നെ ആർ. ശ്രീലേഖ തയ്യാറാകാത്തതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ പരിപാടി ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടന്ന പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചതിന് ശേഷം നേതാക്കളെ അഭിസംബോധന ചെയ്ത് നേതാക്കൾക്ക് കൈകൊടുത്ത് അദ്ദേഹം വേദി വിടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ശ്രീലേഖ ഒഴികെ പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളെല്ലാം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതും അദ്ദേഹത്തെ കൈകൊടുക്കുന്നതും അദ്ദേഹത്തെ യാത്രയാക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ശ്രീലേഖ മാത്രം ഒരു വശത്ത് മാറി നിന്നത് വീക്ഷിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്.